ഗാസയിലെ ജനങ്ങൾ ആഹ്ലാദത്തിലാണ്. ദീർഘനാൾ നീണ്ടുനിന്ന യുദ്ധത്തിന് അറുതിയായി. മേഖലയിൽ ഇനി ഭയമില്ലാതെ ജീവിക്കാമെന്ന ആശ്വാസത്തിലാണ് ഗാസയിലെ ജനത. ട്രംപിൻ്റെ ഗാസ സമാധാന പദ്ധതിയുടെ ഭാഗമായി തിങ്കളാഴ്ചയോടെ ഹമാസ് ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കും. കരാറിൻ്റെ ആദ്യഘട്ടത്തിൽ നടക്കുന്ന ബന്ദിമോചനത്തിന് പകരമായി ഇസ്രായേലിൽ നിന്ന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും. മോചിതരാകുന്നവരിൽ പലസ്തീനിലെ 4 മുൻനിര നേതാക്കൾ ഉണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്രായേലിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഉന്നത നേതാക്കളാണ് മോചിതരാകുന്നതെന്നും റിപ്പോർട്ടുകൾ വന്നു. മോചിതരാകുന്ന നേതാക്കളുടെ പട്ടികയിൽ ഫതഹ് നേതാവ് മർവാൻ ബർഹൂദിയും ഉൾപ്പെട്ടിരുന്നു. പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിൻ്റെ പിന്തുടർച്ചക്കാരനാവാൻ സാധ്യതയുള്ള നേതാവാണ് മർവാൻ. പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീൻ നേതാവ് അഹമ്മദ് സാദത്ത്, ഹമാസ് നേതാക്കളായ ഇബ്രാഹിം ഹമീദ്, ഹസൻ സലാമ എന്നിവരും മോചിതരാകുന്നവരുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. 20 ബന്ദികളെയാണ് ഹമാസ് മോചിപ്പിക്കുക. ഇതിന് പകരമായി 2000 ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും. വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി വിട്ടയക്കുന്ന ബന്ദികളുടെയും മോചിപ്പിക്കേണ്ട പലസ്തീൻ തടവുകാരുടെയും പട്ടിക ഹമാസ് കൈമാറിയിരുന്നു. ഈ ലിസ്റ്റിലാണ് ഉന്നത പലസ്തീൻ നേതാക്കളുടെ പേരുണ്ടായിരുന്നത്. മരിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറുന്ന മുറയ്ക്ക് വിട്ടു നൽകും. എന്നാൽ ഹമാസ് നൽകിയ ലിസ്റ്റിലുള്ള മർവാൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ വിട്ടയക്കണമെന്ന ആവശ്യം ഇസ്രായേൽ തള്ളിയതായി റിപ്പോർട്ട്. ഹമാസിൻ്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സിൻ്റെ ചില മുതിർന്ന കമാൻഡർമാരും ഇസ്രായേൽ തള്ളിയ ലിസ്റ്റിലെ പേരുകാരിൽ ഉൾപ്പെടുന്നതായും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ജീവപര്യന്തം അനുഭവിക്കുന്ന 10 പലസ്തീൻ തടവുകാരുടെ പേരുകൾ മോചനത്തിനായി ഇസ്രായേൽ അംഗീകരിച്ചതായും റിപ്പോർട്ടുണ്ട്. വിട്ടയക്കേണ്ട 280 പലസ്തീൻ തടവുകാരുടെ പട്ടിക ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു. ഈ ലിസ്റ്റിൽ മർവാൻ്റെ പേരുണ്ടായിരുന്നില്ല. ദീർഘനാളായി മർവാൻ ഇസ്രായേൽ തടവിൽ കഴിയുകയാണ്. നിരവധി തവണ ഇദ്ദേഹത്തിൻ്റെ മോചനത്തിനായി പലസ്തീൻ സംഘടനകൾ ശ്രമം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ അദ്ദേഹത്തെ മോചിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. അതിനിടെ ഇസ്രായേൽ മോചിപ്പിക്കാൻ വിസമ്മതിച്ച നിരവധി പലസ്തീൻ നേതാക്കളുടെ മോചനവുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഒരു മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഹമാസ് പ്രസ്ഥാനം അവരുടെ മോചനത്തിനായി സമ്മർദ്ദം ചെലുത്തുകയാണ്. ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണെന്ന് മൂസ അബു മർസൂഖ് അൽ ജസീറയോട് പറഞ്ഞു. അബ്ദുള്ള ബർഗൌട്ടി, ഹസൻ സലാമ, ഇബ്രാഹിം ഹമീദ്, അബ്ബാസ് അൽ സയ്യിദ് എന്നിവരുടെ പേരുകൾ നിരസിച്ചതായി ഒരു ചോദ്യത്തിന് മറുപടിയായി ഹമാസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇസ്രായേൽ എപ്പോഴും നിരസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളാണിവയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാസയിലെ യുദ്ധം ശാശ്വതമായി അവസാനിച്ചുവെന്ന് അമേരിക്കയിൽ നിന്നും അറബ് മധ്യസ്ഥരിൽ നിന്നും തുർക്കിയിൽ നിന്നും ഹമാസിന് ഉറപ്പ് ലഭിച്ചതായി ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ പറഞ്ഞിരുന്നു. മിഡിൽ ഈസ്റ്റിനെ പിടിച്ചുലച്ച ഗാസയിലെ 2 വർഷത്തെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ വെടിനിർത്തലിനും ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കാനും ഇസ്രായേലും ഹമാസും വ്യാഴാഴ്ചയാണ് കരാറിൽ ഒപ്പുവെച്ചത്. കരാർ പ്രകാരം യുദ്ധം അവസാനിപ്പിക്കും. ഇസ്രായേൽ ഗാസയിൽ നിന്ന് ഭാഗികമായി പിന്മാറും. ഇസ്രായേലിൽ നിന്നും പിടികൂടിയ 48 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും. ഇസ്രായേൽ തടവിലാക്കിയ തടവുകാരെ അവർക്ക് പകരമായി വിട്ടയക്കും. ഗാസയിലെ ജനങ്ങളുടെ ത്യാഗം, സഹിഷ്ണുത, ക്ഷമ എന്നിവ ലോകത്തെ അത്ഭുതപ്പെടുത്തിയെന്ന് പ്രസ്താവനയിൽ അൽ ഹയ്യ പറഞ്ഞു. കരാർ ഒപ്പിട്ട ഷാമൽ ഷൈഖിൽ നടന്ന ചർച്ചകളിൽ ഹമാസ് പ്രതിനിധി സംഘത്തെ നയിച്ചത് അൽ ഹയ്യയാണ്. ചർച്ചകളിൽ സംഘടന ഉത്തരവാദിത്തത്തോടെയാണ് പ്രവർത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു.